നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അഹല്യ ജീവിതരേഖയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ രമേശ് പയ്യന്നൂർ. ഇന്ന് ജീവിതരേഖയിൽ സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപ മാർഗ്ഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബർജയിൽ ജിയോജി സെക്യൂരിറ്റീസിന്റെ ഡയറക്ടറും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റിന്റെ ചെയർമാനുമായ ശ്രീ കെ വി ഷംസുദ്ദീനാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രിയ ശ്രോതാക്കളെ അറിയിക്കാനുണ്ട്. ആലപ്പുഴ സ്വദേശിയായ സെബാസ്റ്റ്യൻ ജോസഫിന്റെ 3 വയസ്സ് മാത്രം പ്രായമുള്ള മകൾ ഗുരുതരമായ അർബുദ രോഗത്തിന് ദുബായ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണിപ്പോൾ. അടിയന്തരമായി ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. നാട്ടിൽ ഇത് നടത്തണമെങ്കിൽ ഏകദേശം 40 ലക്ഷം രൂപയോളം ചെലവ് വരും. ഇപ്പോൾ തന്നെ ചികിത്സയ്ക്ക് വലിയ തുകയായിട്ടുണ്ട്. സാധാരണക്കാരായ ഇവരെ സഹായിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചിന്തിക്കേണ്ട സമയമാണിത്. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾ, സന്മനസ്സുള്ള ശ്രോതാക്കൾ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. സെബാസ്റ്റ്യൻ ജോസഫ്, അദ്ദേഹത്തിന്റെ മകളാണ് ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നത്. അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ പറയാം: 055-7492-952 055-7492-952. ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് കൊച്ചുകുഞ്ഞുങ്ങളും അതുപോലെ തന്നെ രോഗികളായിട്ടുള്ള മുതിർന്ന പല ആൾക്കാരും നമുക്ക് ചുറ്റുമുണ്ട്. എപ്പോഴും നമുക്ക് സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഒരു കൊച്ചു കുഞ്ഞിന്റെ കാര്യമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കണം. 3 വയസ്സ് മാത്രമേ ഈ കുട്ടിക്ക് പ്രായമുള്ളൂ. ദുബായ് ഹോസ്പിറ്റലാണ്. അവർക്ക് ആ കുട്ടിക്ക് ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ അടിയന്തരമായി നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൻ തുക ചെലവ് വരുന്നതാണ്. അത് അദ്ദേഹത്തെ സഹായിക്കുക, സെബാസ്റ്റ്യൻ ജോസഫിനെ, മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി. കോൺടാക്ട് നമ്പർ ഒരിക്കൽ കൂടെ പറയാം: 055-7492-952. ഇനി നമുക്ക് ജീവിതരേഖയിലേക്ക് തിരിച്ചു വരാം. നമസ്കാരമുണ്ട്. മാർക്കറ്റ് ഇന്ന് വളരെ മെച്ചപ്പെട്ടിരിക്കുകയാണ്. 163 പോയിന്റ് BSE ഇൻഡെക്സ് ഉയർന്നിരിക്കുന്നു. NSE 52.85 ഉയർന്നിരിക്കുന്നു. പ്രത്യേകിച്ചും അമേരിക്കൻ ഫെഡ് 25 ബേസിസ് പോയിന്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയപ്പോൾ പ്രതീക്ഷിച്ചത് ഇന്ത്യൻ മാർക്കറ്റിൽ വിദേശ നിക്ഷേപം കുറഞ്ഞു പോകുമോ എന്നാണ്. യഥാർത്ഥത്തിൽ അതല്ല ഉണ്ടായിട്ടുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് എല്ലാ മേഖലയിലും, ക്യാഷ് സെഗ്മെന്റിലും ഡെറിവേറ്റീവ് സെഗ്മെന്റിലും എല്ലാം തന്നെ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും കാര്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ ആഴ്ചയിലെ ആദ്യത്തെ ദിവസമായ ഈ സന്ദർഭത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മാർക്കറ്റ് മേലേക്ക് പോകുന്ന ഒരു പ്രതിഭാസമാണ്. അതേസമയം മറ്റൊരു പ്രധാന കാര്യം, വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന GST ബിൽ ഇപ്പോഴും പാസ്സായിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സത്യമാണ്. ഇത് കോൺഗ്രസ് ഗവൺമെന്റ്, UPA ഗവൺമെന്റ് പാസ്സാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. അന്ന് BJP ഗവൺമെന്റ് എതിർത്തുകൊണ്ട് അത് നടന്നില്ല. ഇപ്പോൾ BJP ഗവൺമെന്റ് അത് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസും മറ്റ് ഒപ്പോസിഷൻ പാർട്ടികളും എതിർത്തുകൊണ്ട് അത് നടപ്പാക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ താൽപര്യത്തിന് വളരെ ആവശ്യമായ ഒരു ബില്ലാണത്. ലോക സാമ്പത്തിക സംസ്കാരത്തിനനുസരിച്ച് ഇന്ത്യയും ഉയരേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പക്ഷേ വളരെ ഖേദകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു സുപ്രധാന കാര്യം എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ വെള്ളിയാഴ്ച ഷാർജയുടെ കിഴക്കൻ ഭാഗത്ത് ആദ്യമായി എനിക്കൊരു ക്ലാസ് നടത്താൻ സാധിച്ചു. അവിടെ സാധാരണ നമ്മൾ കാണുന്നത് പോലെ തന്നെ പകുതിയിൽ കൂടുതൽ ആളുകളും നമ്മുടെ ശ്രോതാക്കളായിരുന്നു. ശ്രോതാക്കളെല്ലാം തന്നെ വളരെ വളരെ സന്തോഷത്തിൽ പറഞ്ഞ കാര്യം, അവർക്ക് നമ്മുടെ ഈ പ്രോഗ്രാം കാരണം അവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ്. അതിൽ പങ്കെടുത്ത ശ്രോതാക്കളായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഈ സന്ദർഭത്തിൽ ഏഷ്യനെറ്റിന്റെ പേരിൽ എന്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്താൻ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്ക് അവിടെയും കാണാൻ സാധിച്ചത് മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും കാണുന്നത് പോലെ തന്നെ ആകെ അവിടെ സന്നിധരായിട്ടുള്ള ആളുകളിൽ നിന്ന് വെറും 4 പേര് മാത്രമാണ് കൈയുയർത്തി പറഞ്ഞത് തിരിച്ചു പോയാൽ ജീവിക്കാനുള്ള സാമ്പത്തിക സൌകര്യങ്ങളുണ്ട് എന്ന്. അതേസമയം ആ സദസ്സിൽ ഒരാളൊഴികെ മറ്റു എല്ലാവരും പറഞ്ഞത് തങ്ങൾ
ഇവിടെ വന്നതിന് ശേഷം താങ്കളുടെ ഗൾഫ് ജീവിതത്തിന്റെ പരമായി കുടുംബത്തിന്റെ ജീവിത നിലവാരം വളരെയധികം ഉയർന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഉയർന്നില്ല എന്ന് പറഞ്ഞ ആള് വന്നിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ആണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. മറ്റുള്ളവരെല്ലാം ഇത് അവകാശപ്പെട്ടെങ്കിലും തിരിച്ചു ചെന്നാൽ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞവരുടെ എണ്ണം വെറും 4 പേര് മാത്രമായിരുന്നു. ഇങ്ങനൊരു സാഹചര്യമാണ് നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്നത്. ഇതിൽ നിന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് നമ്മൾ തിരിച്ചുപോക്കിനെ പറ്റി ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്ന ദുഃഖ സത്യമാണ് നമുക്കുള്ളത്. ആ ചിന്ത ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരവസ്ഥ സംജാതമാവുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ. അതെ, സാധാരണ അത്തരം സന്ദർഭങ്ങളിലാണ് പലപ്പോഴും പലരും പ്രതിജ്ഞയെടുത്ത് ചിലർ നടപ്പിലാക്കും, ചിലർ പരാജയപ്പെട്ടു പോകും. അല്ല, തീർച്ചയായിട്ടും നമുക്ക് അനുഭവം ഉണ്ടല്ലോ രമേശ് ജി. ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും നമ്മൾ പറയാറുണ്ട്. ഇപ്പോ അന്ന് പ്രോഗ്രാമിൽ ഉണ്ടായിട്ടുള്ളൊരു അനുഭവം, മധുസൂദനൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തും അതുപോലെ രവീന്ദ്രനാഥ് എന്ന് പറഞ്ഞ ഒരാളും ദുബൈയിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി അവിടെ വരികയും കൽബയിലെത്തുകയും അവിടെ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും അവർ രണ്ടുപേരും ചെയ്തത്, ഞാൻ ചോദിച്ചു അനാവശ്യമായ ചെലവുകൾ ചെയ്യുന്നവരാരാണെന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേര് കൈ ഉയർത്തി പറഞ്ഞു ഞങ്ങൾ ചെയ്യാറുണ്ടെന്ന് സത്യമായിട്ട് പറഞ്ഞു. മറ്റുള്ളവരെല്ലാം ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത്. പിന്നെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു നമ്മളെല്ലാവരും അറിയാതെ അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. ഒരാൾ പറഞ്ഞത്, രവി പറഞ്ഞത് ഞാൻ സിഗരറ്റ് വലിക്കുന്നുണ്ടെന്നാണ്. മധു പറഞ്ഞത് എന്റെ വീട്ടിൽ ആരും മദ്യപിക്കാറില്ല, പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം മദ്യപാനം തുടങ്ങിയതാണ്. അദ്ദേഹത്തിന് പക്ഷെ അത് മാറ്റണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതേസമയത്ത് രവീന്ദ്രനാണെങ്കിൽ പല പ്രാവശ്യം ശ്രമിക്കാൻ ആഗ്രഹിച്ചു, നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അന്ന് ഒരു സംഭവം ഉള്ളത്, ഗൾഫ് ന്യൂസില്, അതിന്റെ തലേ ദിവസത്തെ ഗൾഫ് ന്യൂസില് ഒരു വളരെ ശ്രദ്ധേയമായ ഒരു ലേഖനം ഉണ്ടായിരുന്നു. ആ ലേഖനത്തിൽ പറഞ്ഞത് രണ്ടും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബ്രിട്ടനിൽ നടന്ന ഒരു സ്റ്റഡിയിൽ, ഒരു ഗവേഷണ പരിശ്രമത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്, ലൈഫ് സ്റ്റൈലായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് മദ്യപാനം, പുകവലി ഇങ്ങനെയുള്ളതൊക്കെ ക്യാൻസർ ഉണ്ടാകുവാൻ ഒരു സുപ്രധാന കാരണമാണ് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ പഠനത്തിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 156ഓളം കാരണങ്ങൾ അവർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇത്. അപ്പൊ ഞാൻ അവരോട് രണ്ടുപേരോടും പറഞ്ഞത്, നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ പണം കൊടുത്ത് ഇങ്ങനൊരു അസുഖം വരാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കുകയാണ്. ഇത്തരക്കാർക്ക് 75% പേർക്കും ക്യാൻസർ രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഗവേഷണഫലം തെളിയിച്ച ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ 10 പേര് സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ, 10 പേര് മദ്യപിക്കുന്നുണ്ടെങ്കിൽ 7 പേർക്കെങ്കിലും ഇങ്ങനൊരു അസുഖം വരാൻ സാധ്യതയുണ്ടെന്ന് പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അതേസമയം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത്, ഇപ്പോൾ നമ്മൾ ഏതാനും നിമിഷം മുമ്പ് ഇപ്പൊ എനിക്ക് കാണാൻ സാധിച്ചു, നമ്മുടെ നടൻ ശ്രീ ഇന്നസെന്റ് പാർലമെന്റില് ശക്തമായിട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചിരിക്കുകയാണ്. അനാവശ്യമായിട്ട് ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി പല അനാവശ്യമായ ചെലവുകളും ചെയ്യുന്നു. ആളുകൾക്ക് സഹിക്കാൻ സാധിക്കാത്ത, എഫോർഡ് ചെയ്യാൻ പറ്റാത്ത ചെലവുകളാണ് വരുന്നത്. അതിന് നിയന്ത്രണം വരണമെന്ന്. പക്ഷെ ഇപ്പോൾ നാട്ടിൽ നടക്കുന്നത് വളരെ സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഒരാളേക്കും അത് പൊന്താത്ത വിധത്തിലുള്ള ചെലവുകളാണ്, താങ്ങാൻ പറ്റാത്ത ചെലവുകളാണ്. അങ്ങനെ ചൂഷണം ചെയ്യുന്നതാണ് ഇന്നസെന്റ്. ഇതില് നമ്മുടെ ഒരു സുഹൃത്ത് അന്ന് അദ്ദേഹം മധുസൂദനൻ ലൈനിൽ വരുന്നുണ്ട്. അദ്ദേഹം അയാളുടെ അനുഭവം നമ്മളുമായിട്ട് പങ്കുവെക്കും. ഹലോ നമസ്കാരം. നമസ്കാരം മധുസൂദനൻ, എവിടെയാണ് നാട്ടില്? ഞാൻ നീലേശ്വരം. ഓക്കെ, താങ്കളെ കുറിച്ച് ശ്രീ കെ വി ഷംസുദ്ദീൻ പറഞ്ഞു. അപ്പോൾ താങ്കളുടെ അനുഭവം മറ്റ് ശ്രോതാക്കൾക്ക് കൂടി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് താങ്കളെ നമ്മള് ജീവിതരേഖയിലേക്ക് ക്ഷണിച്ചത്. ഓക്കെ സാർ, താങ്ക് യു. അത് താങ്കളുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം. വളരെയധികം ആഗ്രഹം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. താങ്കൾ തന്നെ പറയണം. ഞാൻ ഷംസുദ്ദീൻ സാറെ കാണുവാൻ ഒരുപാട് വൈകിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് സത്യം. കാരണം ഞാൻ ദുബൈയിൽ നിന്നാണ് ഈ കൽവിയിലേക്ക് പോയത്. അപ്പൊ ഈ മദ്യപാനം എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞതുപോലെ കുടുംബത്തിൽ ആർക്കും ഇല്ലാത്തൊരു ദുസ്വഭാവമായിരുന്നു എനിക്ക്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളും
അത് ഇവിടെ ഗൾഫിൽ വന്ന ശേഷം ശീലിച്ചാണോ അല്ല നേരത്തെ ഉണ്ടായിരുന്നോ? ഇല്ല, ഗൾഫിൽ വന്നതിന് ശേഷം സർ. ഗൾഫിൽ വന്നതിന് ശേഷമാണ് മദ്യപാനം. ഇവിടുത്തെ സാഹചര്യങ്ങൾക്ക് അടിപ്പെട്ട് അങ്ങനെ അല്ലേ? തീർച്ചയായും. എന്നിട്ട് അത് ഇപ്പൊ മദ്യപാനം കുറച്ച് കൂടി. പക്ഷെ കഴിഞ്ഞ വെള്ളിയാഴ്ച സാർ തന്ന ക്ലാസിന്റെ ഫലമായിട്ട് ഇനി ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കില്ല എന്ന് തീരുമാനിച്ചു. പ്രതിജ്ഞ എടുത്തു, പ്രതിജ്ഞ പാലിക്കുകയും ചെയ്യും. കാരണം അല്ലെങ്കിൽ ജീവിതം ഉണ്ടാവില്ല. സത്യമാണത്. മധുസൂദൻ എത്ര പ്രായമുണ്ട് ഇപ്പോ? എനിക്ക് 39 സാർ. 39 ആയുള്ളൂ അല്ലേ? ചെറുപ്പത്തിൽ തന്നെ ഈ മദ്യത്തിനെയൊക്കെ അടിപ്പെട്ടു പോയതിൽ എന്തായാലും തിരിച്ചറിഞ്ഞല്ലോ അത്. ഒരുപാട് ഞാൻ 18 വയസ്സിൽ ഇവിടെ എത്തി. അതാണ് ഏറ്റവും വലിയ. അല്ല, ഇവിടെ ഈ ഗൾഫിന്റെ മണ്ണില് നമുക്ക് നന്നാവാനും നശിച്ചു പോകാനും സാധ്യതകൾ ഒരുപോലെയാണ്. സ്വർഗവും നരവും കാര്യനടിയില്ല. അതെ, അല്ല, ഒരു നൂൽപ്പാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമുക്ക് അങ്ങോട്ടും വീഴാം, അതെ, ഇങ്ങോട്ടും വീഴാം. അപ്പൊ അത് പക്ഷേ രമേശ് ചേട്ടാ, ഇത് ഒരു മധുവല്ല, 1000 മധുകളുണ്ട്. പക്ഷെ ആരും തുറന്നു പറയുന്നില്ല. 1000 ഒന്നുമല്ല, ലക്ഷക്കണക്കിനുണ്ട്, എനിക്കറിയാം. അതാണ് കറക്റ്റ്. അപ്പൊ ഞാൻ എല്ലാ ശ്രോതാക്കളോടും പറയുന്നത്, നമ്മളൊരു ക്രിസ്മസും ഒരു ന്യൂ ഇയറൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മളെ മദ്യപാനം ഒഴിവാക്കുകയാണെങ്കിൽ നമ്മളെ കുടുംബവും നമ്മളും രക്ഷപ്പെടും. തീർച്ചയായും രക്ഷപ്പെടും. ഒരുപാട് ശ്രോതാക്കള്, മധുവിനെ പോലെ ഒരുപാട് ശ്രോതാക്കള് നമ്മുടെ ഏഷ്യാനെറ്റ് റേഡിയോ കേട്ടിട്ട് മദ്യപാനവും പുകവലിയും ഉപേക്ഷിച്ച് ഇന്നും അവരുപേക്ഷിച്ച് നന്നായിട്ട് ജീവിതം കൊണ്ടുപോകുന്ന എത്രയോ ആൾക്കാരുണ്ട് നമുക്ക്. കഴിഞ്ഞ ആഴ്ച തന്നെ അതെ അതെ ഫിറോസ് അതെ ബാബു സിഗരറ്റ് വലി ഉപേക്ഷിച്ചൊരു സംഭവം പറഞ്ഞിരുന്നു. അതെ 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 അദ്ദേഹം പറഞ്ഞത്, ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹം പറഞ്ഞത് അത് സിഗരറ്റ് വലി ഉപേക്ഷിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മാസത്തിൽ 1500 ഉറുപ്പിക മാറ്റിവെക്കാൻ സാധിച്ചു എന്നും, അങ്ങനെ 4 വർഷം കൊണ്ട് 72,000 ഉറുപ്പിക മാറ്റിവെച്ചത് 1,06,062 റുപ്പിയായി മാറി എന്നുള്ള ഒരു സംഭവമാണ് അദ്ദേഹം പങ്കുവച്ചത്. എന്നതുപോലെ തന്നെ മധുസൂദനെ സംബന്ധിച്ചും ഇപ്പോ ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെലവാക്കിയിരുന്ന സംഖ്യ താങ്കൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് മറ്റുള്ളവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആ സംഖ്യ നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 2,000-3,000 ഉറുപ്പിക ഉണ്ടാവും. ആ 2,000-3,000 ഉറുപ്പിക എത്രയാണോ ഉള്ളത് അത് നമ്മൾ നമുക്ക് വേണ്ടി നിക്ഷേപിക്കുന്നൊരു ശീലം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു വൻ സംഖ്യയായിട്ട് വരികയും നമുക്ക് അസുഖമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഭാവിക്ക് വേണ്ടി ഒരു നല്ല സംഖ്യയായി അത് വളരുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ ഒരു പുതുവർഷം വരാൻ പോവുകയാണ്. ഒരു പുതുവർഷ പ്രതിജ്ഞ എന്നുള്ള നിലയ്ക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ശ്രോതാക്കളും ചെയ്യേണ്ടത് മധുസൂദനനെ ഒരു മാതൃക ആക്കിക്കൊണ്ട്, അഥവാ മദ്യപാനമുണ്ടെങ്കിൽ, അതുപോലെ സിഗരറ്റ് പുകവലി ഉണ്ടെങ്കിൽ അതെല്ലാം എന്നേക്കുമായിട്ട് നിർത്തിവെക്കുകയും, അങ്ങനെ തീരുമാനം എടുക്കുന്നവർ ആരെങ്കിലും ഈ നിമിഷത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന നമ്പർ വിളിച്ച് അത് പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏഷ്യാനെറ്റ് റേഡിയോയുടെ ലൈവ് നമ്പറിൽ വിളിക്കാം. 0439141663 എന്ന നമ്പറിൽ വിളിക്കാം. നിങ്ങൾക്ക് തന്നെ ആ കാര്യം സംസാരിച്ച് വേണമെങ്കിൽ പ്രതിജ്ഞ എടുക്കാം. എത്രയോ ശ്രോതാക്കള് ഓരോ വർഷവും ജീവിതരേഖയിൽ വന്നിട്ട് ഇതുപോലെ പ്രതിജ്ഞ എടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളത് പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മൾ ഒരു പുതുവർഷവും അല്ലെങ്കിൽ ക്രിസ്തുമസ് പോലെയുള്ള സന്ദർഭങ്ങൾ, പ്രത്യേകിച്ച് പുതുവർഷം തെരഞ്ഞെടുക്കുന്നത് അതൊരു പുതിയ തുടക്കമായതുകൊണ്ടാണ്. അതെ, നമ്മൾ പുതുവർഷം ജനുവരി 1 കാത്തിരിക്കുന്നത് തന്നെ പുതിയൊരു തുടക്കം എന്ന നിലയിലാണ്. അതുകൊണ്ടാണ് ആ ജീവിതത്തിന് പുതിയൊരു പ്രകാശം പരക്കട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനെയും ചെയ്യുന്നത്. അതെ അതെ അതെ, പ്രത്യേകിച്ച് ഇപ്പോൾ പുതുവർഷം അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ ഒക്കെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ അസസ് ചെയ്യാനുള്ള, ഓഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ള ഒരു സംതൃപ്തി നമുക്കുണ്ടാവും. ഓക്കെ, മധുസൂദനൻ, എന്തായാലും താങ്കൾ വന്ന് ഏഷ്യാനെറ്റ് റേഡിയോയിൽ വന്ന് ഒരു സാക്ഷ്യം പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷമുണ്ട്. രമേശേട്ടാ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് എല്ലാവരോടും. എന്താണ്? ഈ നമ്മളെ എല്ലാ ശ്രോതാക്കളും ഈ സംശയം സാറിന്റെ ക്ലാസ് ഒന്ന് കേൾക്കണം. അത് കേൾപ്പിക്കാനുള്ള ഒരു അവസരം പല മേഖലയിലും ഉണ്ടാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ക്ലാസ്സിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വേദിയിലും പറയാറുണ്ട്. നമ്മൾ ആ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഭാഗങ്ങളായിട്ട് ഡയറക്റ്റ് കാണുമ്പോഴുള്ള ഒരു സ്നേഹം ഉണ്ടല്ലോ സാർ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. തീർച്ചയായിട്ടും മധുസൂദന് വളരെ നന്ദി വിളിച്ചത് കേട്ടോ. വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, വളരെ 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 സന്തോഷം. ഇതുപോലെ അനേകം ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. ഈ മദ്യത്തിനടിപ്പെട്ട് അടിമപ്പെട്ട് ജീവിതം നശിച്ചുപോയ എത്രയോ ആളുകളുണ്ട്.
പ്രത്യേകിച്ച് ഈ കലാകാരന്മാര്, അതെ, പിന്നെ അതിൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ആൾക്കാർ. അതെ. പിന്നെ ഇതിലൊരു പ്രധാന കാര്യമുള്ളത്, നമ്മൾ സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണം. അത് വളരെ സൂക്ഷിക്കണം. കാരണം ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞ് ഇവിടുത്തെ സാഹചര്യത്തിൽ എത്രയോ നന്നായ ആളുകൾ, നാട്ടിൽ വളരെ മോശമായിട്ട് ജീവിച്ചിരുന്നവർ ഇവിടെ വന്ന് നന്നായ അനുഭവങ്ങളുണ്ട്. അപ്പോ അത് സാഹചര്യമാണ് അതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല കൂട്ടുകെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ള യാതൊരു സംശയമില്ല. അതെ, തീർച്ചയായിട്ടും. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, പല ശ്രോതാക്കളും ഒരാളെ നമുക്ക് ലൈനിൽ എടുക്കാം. ഓക്കെ. ഹലോ, നമസ്കാരം. ഇതാരാണ്? രമേശടാ, ഞാൻ തൗഫീഖാണ് അലൈനി. തൗഫീഖ്, എന്താണ് തൗഫീഖിന് പറയാനുള്ളത്? ഞാൻ ഈ ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങി വെളിയിൽ വന്ന് റേഡിയോയിൽ നിന്ന് ലൈറ്റർ കത്തിച്ചപ്പോഴാണ് ഇത് കേട്ടത്. എന്നിട്ട് ആ ലൈറ്റർ ഓഫ് ചെയ്ത് അതുപോലെ സിഗരറ്റ് കത്തിക്കാതെ ഞാൻ സിഗരറ്റ് എടുത്ത് എറിഞ്ഞു കളഞ്ഞു. വെരി ഗുഡ്, മാഷാ അല്ലാഹ്, വെരി ഗുഡ്. അങ്ങനൊരു തീരുമാനം ആയിരക്കണക്കിന് ആൾക്ക് താങ്കളെപ്പോലെ തൗഫീഖ് ചെയ്തതുപോലെ ചെയ്യാനും അതുപോലെ അവർക്ക് അത് ഉപേക്ഷിക്കാനും ഒരു തൗഫീഖിൽ കൂടെ അങ്ങനെ തൗഫീഖ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഇവിടെ ആശംസിക്കുകയാണ്. തൗഫീഖ്, താങ്കളത് പറഞ്ഞത് വലിയ പ്രചോദനമാണ് കേട്ടോ. അത് ഞാൻ ശരിക്കും പറഞ്ഞ ഇപ്പം ഓഫീസിന് ഇടയ്ക്കുന്ന് ഇറങ്ങി വെളിയിലോട്ട് വന്ന് വലിക്കുന്ന സ്വഭാവമുണ്ട്. അതിപ്പോ അതൊരു കൃത്യമായിട്ടൊരു നിമിത്തമായി വന്നതാണ്. ലൈറ്റർ ഇല്ലാത്തതുകൊണ്ട് വണ്ടിയിൽ നിന്ന് കത്തിക്കാൻ വേണ്ടി കാറിന്റെ അകത്ത് വന്ന് ലൈറ്ററിന്റെ അത് പ്രസ് ചെയ്തപ്പോഴാണ് ഇത് കേട്ടത്. എന്തായാലും അതൊരു നിമിത്തമായി അത് താങ്കളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും. ഇത് വളരെ നമ്മൾ വളരെ ഈസി ആയിട്ട് പറയുന്നെങ്കിലും എന്നെ സംബന്ധിച്ച് ഞാൻ 1-2 തവണ നിർത്തിയിട്ട് വീണ്ടും തുടങ്ങിയ ആളാണ്. അപ്പൊ അതുകൊണ്ട് അത് വളരെ ശക്തമായിട്ട് തന്നെ ഒരു നല്ല തീരുമാനം എടുത്തു മാറ്റി. താങ്കളുടെ നമ്പർ നോട്ട് ചെയ്യുന്നുണ്ട്. ഈ നമ്പറിൽ ഇടയ്ക്ക് വിളിക്കും ഞാൻ കേട്ടോ. തീർച്ചയായിട്ടും സാറേ. ഓക്കെ. അപ്പൊ പലർക്കും താങ്കളുടെ ഈ ഒരു പ്രതിജ്ഞ ഒരു വഴികാട്ടിയാവട്ടെ. തീർച്ചയായിട്ടും. മാത്രം ഇത് ചെറിയ സിഗരറ്റ് വലിയെ കുറിച്ച് വലിയ അബോധം ഉണ്ടായിട്ട് പോലും നമ്മൾ വലിയ കാര്യം അല്ല, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ മുമ്പില് ആളുകൾക്കും കൂടെ ഇത് എഫക്ട് ആണല്ലോ. മദ്യപിച്ചാൽ ഒരാൾക്കേ അത് ബാധിക്കുള്ളൂ. സിഗരറ്റ് വലിച്ചാൽ ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് എഫക്ട് ആവുമെന്നുള്ള ബോധ്യത്തോടുകൂടിയാണ് നമ്മൾ വലിക്കുന്നത്. ഓക്കെ തൗഫീഖ്, എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം. താങ്കളുടെ ജീവിതം ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി ചെറുതിരേഖ തുടരുന്നു. ഇന്ന് ജീവിതരേഖയിൽ സംസാരിക്കുന്നത് ബർജയിൽ ജിയോ സെക്യൂരിറ്റീസിന്റെ ഡയറക്ടർ ശ്രീ കെ വി ഷംസുദ്ദീനാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0439141163. ഹലോ, നമസ്കാരം. നമസ്കാരം. ഇതാരാണ്? ജലീൽ പാലപ്പെട്ടി, അബുദാബി. പറയൂ ജലീൽ. അല്ല, ഞാന് ഇതുവരെ പുകവലി മദ്യപാനൊന്നും ഉണ്ടായില്ല. പക്ഷെ പിന്നെ പലരും ഇവിടെ പറയും മാനസികമായുള്ള സംഘർഷം, പിരിമുറുക്കം എന്നൊക്കെ പറയും. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരാള് മദ്യപാനിയാവണമെന്നോ അല്ലെങ്കിൽ പുകവലിക്കാരനോ പറ്റില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്താ വെച്ചാൽ എന്റെ അനുഭവം കൊണ്ട് വളരെയധികം മാനസികമായ സംഘർഷങ്ങളും പിരിമുറുക്കം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഒരു അറബി വീട്ടിലെ ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ എന്നിട്ടും ഞാൻ എന്റെ മനസ്സിനെ പിടിച്ചു നിർത്തി ഒരിക്കലും മദ്യത്തിനോ അല്ലെങ്കിൽ പുകവലിക്കോ അടിമപ്പെടരുത്. അത് നമ്മൾ മാത്രമല്ല, അതുകൊണ്ട് അതിന്റെ ദൂഷ്യഫലങ്ങൾ മറ്റുള്ളവർക്കും ഉണ്ടാവും എന്നുള്ള വിശ്വാസം ഇത് കേൾക്കുന്ന എല്ലാവരും. അല്ല, അതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. അതാണ് പലർക്കും ഇല്ലാതെ പോകുന്നത്. അല്ല, നമ്മള് പിന്നെ ഇപ്പൊ നേരത്തെ രമേശ് ജി പറഞ്ഞ മാതിരി ഒരു കൊച്ചുകുഞ്ഞിന് സുഖമില്ല എന്ന് പറഞ്ഞു, അതിനെ സഹായിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. മറിച്ച് നമ്മൾ ഒരു പുകവലിച്ചും അല്ലെങ്കിൽ മദ്യപിച്ചും ഒരു രോഗിയായി തീർന്നാൽ അങ്ങനെയുള്ള ആളുകളെ സഹായിക്കാൻ ഒരിക്കലും നമ്മൾക്ക് മനസ്സ് വരില്ല. എല്ലാവരും ഇതൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് മദ്യപാനവും പുകവലിയും നിർത്തണമെന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പലരും ഇതറിയാമെങ്കിൽ ഇപ്പൊ സിഗരറ്റ് വലിച്ചാൽ ദോഷമുണ്ടാകുമെന്ന് പലർക്കും അറിയാം, മദ്യപിച്ചാലും പല ദോഷമുണ്ടെന്ന് പലർക്കും അറിയാം. പക്ഷെ അറിഞ്ഞുകൊണ്ടാണ് എല്ലാവരും ഇത് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ അത് ഇപ്പൊ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങള് ഒരു നിമിത്തമായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോ. ഹലോ, തൗഫീഖ്. ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ഞാൻ സനൽ ദുബൈന്ന് വിളിക്കുന്നു. സനൽ, പറയൂ സനൽ. നമസ്കാരം സാറേ. എനിക്ക് നാട്ടിൽ നിന്നുള്ളൊരു SIP തുടങ്ങാനുള്ള ഒരു പരിപാടി, അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് പറഞ്ഞാൽ. എവിടുന്നാ തുടങ്ങണ്ടേ? നാട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അതെ, എന്താ നാട്ടിൽ നിന്ന് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? കാരണം ഞാനിവിടെ ഇപ്പൊ ഒരു 10-20 വർഷമായി. അപ്പൊ ഇവിടെ നിർത്തിപ്പോകാനുള്ള ഒരു പരിപാടിയായി 2-3 വർഷത്തിനകത്ത് നിർത്തിപ്പോ. അപ്പൊ ഇവിടെ നിന്ന് കണ്ടിന്യൂ വേണ്ട. ഇല്ല, ഇവിടുന്ന് തുടങ്ങിയാലും നാട്ടിൽ നിന്ന് തുടങ്ങിയാലും ഇവിടുന്ന് തുടങ്ങിയാലും ഒരു വ്യത്യാസമില്ല. അപ്പൊ നാട്ടിൽ തുടങ്ങാൻ താങ്കൾ നാട്ടിൽ പോകേണ്ടി വരും. നാട്ടിൽ പോകുന്നുണ്ടോ?
നാട്ടിൽ അടുത്ത മാസം പോകുന്നുണ്ട്. അടുത്ത മാസം പോകുന്നുണ്ടെങ്കിൽ അവിടുന്ന് തുടങ്ങാം, അല്ലെങ്കിൽ ഇവിടുന്ന് തുടങ്ങിയാലും കുഴപ്പമില്ല. ഞങ്ങൾ ഏതെങ്കിലും ഒരു ഓഫീസായിട്ട് ബന്ധപ്പെട്ടിട്ട്. പാൻ കാർഡ് ഉണ്ടോ കയ്യില്? പാൻ കാർഡിലെ നാട്ടിലുണ്ട്. നാട്ടിലുണ്ട്. അതിന്റെ ഫോട്ടോ കോപ്പി വരുത്തുകയാണെങ്കിൽ ഇവിടുന്ന് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ തുടങ്ങാം. അല്ലെങ്കിൽ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ താങ്കളുടെ പ്രദേശത്ത് ഞങ്ങളുടെ ഓഫീസ് ഉണ്ടാവും. ഏതെങ്കിലും ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ തുടങ്ങാൻ സാധിക്കും. അടൂർ ഓഫീസുണ്ട്. ജിയോജിത്ത് എന്നുള്ള പേരിൽ ഓഫീസുണ്ട്. അടൂർ എവിടെയാണെന്നറിയാം? അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അതെ, ജിയോജിത്ത്. അവിടെ പറഞ്ഞാൽ മതി. അവിടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടുന്ന് താങ്കൾ എന്റെ നമ്പറിൽ വിളിച്ചോളൂ. അപ്പോൾ വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ അവിടെ ഉള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ഗുഡ് മോർണിംഗ്, ജോസ് ആണ്. ജോസ് പറയൂ. ജോസ് എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ അബുദാബിന്നാണ്. പാൻ കാർഡൊക്കെ എടുത്ത് കുറെ കാലത്ത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ സെയിലും പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആക്സിസ്, ഇതൊക്കെ കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നാളായി. ഇതെങ്ങാനും അടുത്തെങ്ങാനും കയറാൻ വല്ല സാധ്യത? അതെല്ലാം കയറാൻ സാധ്യതയുള്ളതാണ്. അതെല്ലാം ഫ്രണ്ട് ലൈൻ കമ്പനികളാണ്, ഉയരാൻ സാധ്യത ഉള്ളതാണ്. ആവറേജ് ഇതിപ്പോ ഒരു 2000-3000 ഒക്കെ അത്രയും ഷെയർ ആയി. ഓക്കെ, അല്ല ഈ പറഞ്ഞ ഷെയർസ് എല്ലാം നല്ലതാണ്. അത് കയറാൻ സാധ്യത. അത് ആവറേജ് ചെയ്തിട്ട് ചെയ്തതാണ്. ഇല്ല, അത് ഹോൾഡ് ചെയ്തോളൂ. അല്പം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാർക്കറ്റ് തിരിച്ചു വരും. ആ സമയത്ത് ഇതിന്റെ പ്രൈസ് എല്ലാം കൂടും. അപ്പൊ അതുകൊണ്ട് നല്ല ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, SIP എങ്ങനെ പെർഫോം ചെയ്യുന്നു? കുഴപ്പമില്ല, നന്നായി പോകുന്നില്ലേ? HDFC പിന്നെ ICICI പൊട്ടൻഷ്യൽ എയർലൈൻസ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. അല്ല, ഇതിലെനിക്ക് ജോസ് ഇവിടെ കുറെ കാലമായ ആളാണ്. ധാരാളം ആളുകൾ അറിയാം, സുഹൃത്തുക്കൾ എല്ലാം ഉണ്ട്. ഇപ്പൊ താങ്കളുടെ അനുഭവങ്ങള് മറ്റുള്ള സുഹൃത്തുക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പൊ ഞാൻ പറയുന്നതിനേക്കാൾ എഫക്റ്റീവ് ആയിരിക്കും താങ്കൾ ഒരു അനുഭവസ്ഥൻ എന്നുള്ള നിലയ്ക്ക് പറയുമ്പോഴാണ്. കാരണം നമുക്ക് ഒരുപാട് ആൾക്കാരോട് സ്ഥിരം പറയാം. അതെ, നമ്മളത് പറഞ്ഞ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ശരി ശരി എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവർ പിന്നെ അതിനെപ്പറ്റി ഒരു ചിന്തിക്കില്ല. ഒരുപാട് ആൾക്കാരോട് ഞാൻ ഇപ്പൊ ഒരു ചെക്കൻ പുതിയത് വന്ന് ജോയിൻ ചെയ്ത് അവരോട് ഞാൻ പറഞ്ഞു, നിനക്കിപ്പോ ഒരു പറ്റിയ സമയമാണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ്. നമ്മളൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. നീ ഇപ്പൊ 10-22 വയസ്സായിട്ടുള്ളൂ. ഇപ്പൊ നീ ഒരു 5000 വെച്ചിട്ട് മാറ്റി വെക്കാനേ തന്നെ നിനക്ക് വലിയൊരു പൈസ കുറെ കഴിയുമ്പോൾ കിട്ടും. ആള് അതൊന്നും എന്നും ഇങ്ങനെ പറയും. അല്ല, അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ നിരന്തരം പറയുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും. ഞാൻ പാൻ കാർഡ് എടുക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഇപ്പൊ ജോയാലുകാസിൽ എവിടെയെങ്കിലും പോയി ഒരു പാൻ കാർഡ് എടുക്കാം. അത് കഴിഞ്ഞ അപ്പൊ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാം, അത് ചെയ്യണം എന്ന് പറയും. പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന ആൾക്കാരോട് നമ്മളത് പറയാ. അറ്റ്ലീസ്റ്റ് നമ്മൾ പറഞ്ഞ അവർക്ക് ഇങ്ങനെ ജോസ് പറഞ്ഞിരുന്നു, അന്ന് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പിന്നീടെങ്കിലും തോന്നും. അപ്പൊ അതുകൊണ്ട് ആ ഒരു മിഷൻ നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ടതാണ്. ആരെങ്കിലുമൊക്കെ നന്നാവട്ടെ ഈ ഭൂമിയിൽ. കഴിയുടെ പരമാവധി ചെയ്യുന്നുണ്ട്. ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ജോസ്. ഹലോ, ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ആരാണ്? ഗുഡ് മോർണിംഗ്, ഞാൻ മുജീബ് അൽഫരിസ. മുജീബ് പറയൂ. സാറേ, ഞാൻ 2000 രൂപ ശമ്പളമുണ്ട്. ഓക്കെ, ഫാമിലി ഇവിടെ ഉള്ളതാണ്. ഓക്കെ, പിന്നെ മറ്റേ 2000 എനിക്ക് എന്റെ എല്ലാ ചെലവും കഴിഞ്ഞിട്ട് 2000 എന്റെ കയ്യിൽ ഉണ്ടാവും ഏകദേശം. ഓക്കെ, അപ്പൊ അതിനെ പറ്റി എന്താണ് നല്ലതായിട്ടൊന്ന്? എല്ലാ ചെലവും കഴിച്ച് 2000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ അത് ഇപ്പഴെന്താ ചെയ്യാറായ 2000? ഇപ്പൊ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത 7.5% പലിശയാണ് കിട്ടുക. അതേസമയം മറ്റ് ഇൻവെസ്റ്റ്മെന്റുകളാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിനേക്കാൾ ഏകദേശം ഇരട്ടിയെങ്കിലും കിട്ടുന്നുണ്ട് ഇപ്പോഴൊക്കെ. അപ്പൊ അങ്ങനെ ഒരു കുട്ടിയാണുള്ളത്. എത്ര പേരിലൊക്കെ എന്തെങ്കിലും അങ്ങനെ കുട്ടിയുടെ പേരിൽ ചെയ്യാൻ 2-3 കാര്യങ്ങളാണ്. വീട് വെച്ചോ? വീട് വെച്ചില്ല, സ്ഥലം മേടിച്ചിട്ടുണ്ട്. ആ സ്ഥലം മേടിച്ച് നാളൊരു വീട് വെക്കേണ്ടി വരും. കുട്ടികൾ വിദ്യാഭ്യാസം ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ലക്ഷ്യമാക്കിയിട്ട് ഈ കിട്ടുന്ന ബാക്കി വരുന്ന മിച്ചം വരുന്ന സംഖ്യ നമ്മൾ മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇവരെ SIP ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ വേഗം വളർന്ന് വലുതായി നമ്മുടെ മക്കളുടെ കുഞ്ഞിന്റെ ഭാവിക്കും അതുപോലെ തന്നെ നല്ലൊരു വീട് വെക്കാനും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതേസമയത്ത് ബാങ്കിലിട്ടാൽ വെറും 7.5% കിട്ടുന്നത്. ആ ഇൻഫ്ലേഷൻ പോലും കവർ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റാക്കി മാറ്റുക, അതാണ് താങ്കൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്.
പിന്നെ ഇതിന് ഇൻഷുറൻസ് കവറേജ് വല്ലതുണ്ട്? ഇപ്പൊ ഇൻഷുറൻസ് കവറേജ് ഉള്ളത് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. അതിലാണെങ്കിൽ ഇൻഷുറൻസ് കവറേജും കിട്ടും. ശരി. ഇല്ലാത്തത് മ്യൂച്വൽ ഫണ്ടില് അത് ഇല്ലാതെ ചെയ്യാൻ പറ്റും. പരിപൂർണമായിട്ടും നിക്ഷേപമാണ്. മറ്റുള്ള യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ ആണെങ്കിൽ ഇൻഷുറൻസ് കവറേജും കൂടെ കിട്ടുന്നതാണ്. അപ്പൊ ഏതാ വേണ്ടതെന്ന് നമ്മൾ ഓരോരുത്തരും നിശ്ചയിക്കേണ്ടതാണ്. ഓക്കെ, ഞങ്ങൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മതി. അബുദാബിയിലെ ഓഫീസുണ്ട്, ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. ഞാൻ ബുധനാഴ്ച അബുദാബിയിൽ വരുന്നുണ്ട്. ഈ വരുന്ന ബുധനാഴ്ച 11 മുതൽ വൈകിട്ട് 7 മണി വരെ ഉണ്ടാവും. ശ്രോതാക്കൾക്കും അതുപോലെ എന്നെ ബന്ധപ്പെടാറുള്ള ആളുകൾക്കും ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ എന്നെ കാണാൻ സാധിക്കും. അടുത്ത ശ്രോതാവിലേക്ക്. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, സംസാരോട് ആരാ സംസാരിക്കുന്നവരാ? അബു യാസിൻ, സൗദി. അബു യാസിൻ, പറയൂ. ഇതില് ഇന്നലെ ഒരു വാർത്ത കാണാനിടയായിട്ട് നിങ്ങള് പ്രതിമാസം 5000 നിക്ഷേപിക്കുക, 1 കോടി സമ്പാദിക്കുക. അപ്പൊ മ്യൂച്വൽ ഫണ്ടിൽ വിദഗ്ധമായ പ്ലാനോട്, അതായത് ഉദാഹരണമായിട്ട് ഞാൻ പറയാം. അതായത് ഇന്നത്തെ കഴിഞ്ഞ കാലത്തെ പെർഫോമൻസ് വെച്ചിട്ടുള്ള ചിത്രം തരാം. ഞാൻ ആ ഒരു വാർത്ത ഞാനും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ചിലര് പറഞ്ഞിരുന്നു NDTVയിലെ മറ്റാണ് ആ വാർത്ത വന്നിട്ടുള്ളത്. അല്ല, ഞാൻ ഇതിൽ ഒരു കാര്യം മാത്രം ചോദിക്കാനാണ്. എന്താ പറയുക? ഇതിൽ എഴുതിയിട്ടുള്ളത് ഇതിൽ എഴുതിയ വാർത്തയുടെ ഒരു എന്താണെന്ന് വെച്ചാല്, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഇക്വിറ്റി നിക്ഷേപകർക്ക് പ്രതിമാസം 12 മുതൽ 15% വരെ പലിശ നൽകാനാകുമെന്ന് കഴിഞ്ഞ 10 വർഷത്തെ കണക്ക് എടുത്ത് വെച്ച് വിപണി വിദഗ്ധർ പറയുന്നു. അതെ, അതില് 2-3 വ്യത്യാസങ്ങളുണ്ട് പറഞ്ഞതില്. ഒന്ന്, അല്ല സാർ, അതില് പലിശ എന്നുള്ളൊരു അതന്നെ ഞാൻ പറയാം. അതാ തിരുത്തുന്നത്. എനിക്ക് ആരോ അത് ഫേസ്ബുക്കിൽ അയച്ചിരുന്നു. കാരണം ഈക്വിറ്റി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പൊ ഞാൻ സാധാരണ ഇതില് SIP ഒക്കെ പറയുന്നത് ഈക്വിറ്റി അടിസ്ഥാനത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈക്വിറ്റി അടിസ്ഥാനത്തിലുള്ള ഓഹരി അടിസ്ഥാനത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുള്ള കിട്ടുന്ന റിട്ടേൺ പലിശ അല്ല. ഞാൻ അടിവരായിട്ട് പറയണം, ലാഭവിഹിതമാണ് കിട്ടുന്നത്, പലിശ അല്ല എന്ന് അടിവരായിട്ട് പറയണം. ആരാണോ അത് പറഞ്ഞത് ആ പലിശ എന്നുള്ള വേർഡ് ഉപയോഗിച്ചത് വളരെയധികം തെറ്റാണ് എന്ന് ഞാൻ ആദ്യമായി പറഞ്ഞോട്ടെ. ഇനി അതെ, അത് തന്നെയാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ച ഒരു സംഭവം. താങ്കൾ വിളിച്ചപ്പോൾ വളരെ നന്നായി അത്. അപ്പൊ രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാനൊരു പിക്ചർ അങ്ങ് തരാം. 10,000 ഉറുപ്പ്യ വെച്ച് ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 30 വർഷത്തെ കാര്യം എടുത്തിട്ട് ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. 10,000 ഉറുപ്പ്യ വെച്ച് 10 വർഷം ചെയ്താൽ നമ്മൾ ചെയ്യുന്നത് 12 ലക്ഷം ഉറുപ്പ്യാണ്. 12 ലക്ഷം ഉറുപ്പ്യ ചെയ്തിട്ടുണ്ടെങ്കിൽ 1,20,000 ഒരു കൊല്ലം, 10 വർഷം കൊണ്ട് 12 ലക്ഷം. 15% റിട്ടേൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ആ 12 ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് 27 ലക്ഷം ഉറുപ്പ്യ ആയിട്ടുള്ള ചിത്രം എന്റെ മുമ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം 20 വർഷമാണ് ഒരാൾ ചെയ്തതെങ്കിൽ 20 വർഷം കൊണ്ട് അദ്ദേഹം ചെയ്യുന്നത് 24 ലക്ഷമാണ് ചെയ്യുന്നത്, അല്ലേ? അതെ. ആ 24 ലക്ഷം ഇപ്പോഴ് 1 കോടി ആയിട്ടുള്ള അനുഭവം നമ്മൾ കാണുന്നുണ്ട്. അതായത് 12 ലക്ഷത്തിന് ആയതിന് പകരം 12 ലക്ഷം ചെയ്തത് 27 ആയി എന്ന് പറയുമ്പോൾ 20 ലക്ഷം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത്രയും ആവുന്ന ഒരു ചിത്രം കാണുന്നത്. ഇത് സംഭവിക്കുന്നത് എന്താണ്? മാജിക് ഓഫ് കോമ്പൗണ്ടിങ് എന്നുള്ള നിലയ്ക്ക് വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. കാരണം ഈ ഇൻവെസ്റ്റ്മെന്റ് വളരുന്നത് മാജിക് ഓഫ് കോമ്പൗണ്ടിങ് എന്നുള്ള പ്രിൻസിപ്പിളിലാണ്. അതായത് നമ്മൾ ഈ അടച്ച സംഖ്യ അതിന്റെ മുകളിൽ വീണ്ടും നമുക്ക് റിട്ടേൺ കിട്ടുന്നു, പിന്നീട് കൂടുതൽ അടക്കുന്നു, അതിന്റെ മുകളിലും കിട്ടുന്നു. ഇങ്ങനെ കിട്ടുമ്പോഴാണ്, അതേസമയം 30 വർഷമായാല് ഇതിന്റെ 8 ഇരട്ടിയാണ് കിട്ടുന്നത്. ഓക്കെ, അല്ല ഞാൻ ഒരു ഡൗട്ട്, ഈ മാജിക് കോമ്പൗണ്ട് കാൽക്കുലേഷനിൽ പലിശ കയറി വരുന്നു? അല്ല, പലിശ അല്ല എന്റെ സുഹൃത്തെ വരുന്നത്. കഴിഞ്ഞ കാലം കിട്ടിയിട്ടുള്ള കാര്യം പറയണത്. പലിശയാണെങ്കിൽ ഇത്ര കിട്ടുമെന്ന് കൃത്യമായിട്ട് പറയാം. പലിശയാണെങ്കിൽ ഇത്ര നിരക്കിൽ കിട്ടുന്നു. ഇത് ഞാൻ പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്തിട്ടുള്ള ലാഭവിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നും 15%, 12%, 15% ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു എന്നേ ഉള്ളൂ. ഒരു ഉദാഹരണം വെച്ച് കണക്കുകൂട്ടിയെന്നേ ഉള്ളൂ. അതേസമയത്ത് അതിൽ കൂടുതൽ ഉണ്ടായ സന്ദർഭമുണ്ട്, കുറവുണ്ടായിട്ടുള്ള സമയമുണ്ട്. പക്ഷെ 10 വർഷത്തില് ആയി വരുമ്പോ വ്യത്യസ്തമായിട്ടുള്ളത് കിട്ടിയിട്ടും ഏകദേശം ഇത്ര കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്.
ഓക്കെ. അപ്പൊ വ്യക്തമായിരുന്നു തോന്നുന്നു. കാരണം ഇത് പല ആളുകളും എനിക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കുള്ള ആൻസറാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ അബു ഹസൻ, ഇനി ചെറിയൊരു ഇടവേള. രേഖ തുടരുന്നു. സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപ മാർഗ്ഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബർജിയിൽ ജിയോജി സെക്യൂരിറ്റീസിന്റെ ഡയറക്ടർ ശ്രീ കെ വി ഷംസുദ്ദീനാണ്. നമ്മൾ പറഞ്ഞു വന്നത്, ഒരു സുഹൃത്ത് സൗദി അറേബ്യ എന്ന് വിളിച്ച് പറഞ്ഞത് 5000 ഇൻവെസ്റ്റ് ചെയ്താൽ 1 കോടി റുപ്യാവുന്ന റിപ്പോർട്ട് കണ്ടു. അതെങ്ങനെയാണ് സാധിക്കുക എന്നാണ്. 15% റിട്ടേൺ അതിന് കിട്ടുകയാണെങ്കിൽ വളരെ മിനിമം ആയിട്ടുള്ളതാണ്. 22 വർഷം കൊണ്ട് 1 കോടി റുപ്യയാവും. ഇത് കേൾക്കുമ്പോൾ ഇവിടെ ജീവിക്കുന്ന ഓരോ ആളുകൾക്കും ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും. കാരണം ഇത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. ഇപ്പോ 1 കോടി റുപ്യ ഇവിടെ ഇപ്പൊ നേരത്തെ വിളിച്ച് സംസാരിച്ച ആള് 27 വർഷമായി എന്നാണ് പറഞ്ഞത്. ഇവിടെ അദ്ദേഹമൊക്കെ ആ വന്ന കാലം മുതൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ക്രോർപതിയായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇതൊക്കെ നിഷ്പ്രയാസം ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇനി അത്ര വേണ്ടെങ്കിൽ 2500 ചെയ്താൽ തന്നെ 50 ലക്ഷമാവും. ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഒരു 50 ലക്ഷം ഉറുപ്പിക കയ്യിൽ അങ്ങനൊരു നിക്ഷേപമായിട്ട് നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രതിമാസം 50,000 റുപ്യ ഇൻകം കിട്ടും. നമ്മൾ ഒരിക്കലും 50,000 റുപ്യ വീട്ടിലെ ചെലവിന് അയക്കുന്നുണ്ടാവില്ല. പക്ഷെ ദീർഘകാലം ചെയ്താലേ ഇത് കിട്ടാൻ പോകുന്നുള്ളൂ. അല്ലാതെ ഇപ്പൊ ഒരു 10 ലക്ഷം കൊണ്ടുപോയി ഇട്ടാൽ അടുത്ത വർഷം വലിയൊരു എമൗണ്ട് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇത് കിട്ടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോമ്പൗണ്ട് ആയിട്ടുള്ള റിട്ടേൺ കൊണ്ടാണ് ഇത് കിട്ടുന്നത്. ഇതിനോടൊപ്പം തന്നെ വീണ്ടും ഞാൻ പറയാണ്, ഇതിൽ നിന്ന് കിട്ടുന്നത് ആരോ മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയച്ചതിൽ പലിശയായിട്ട് കിട്ടുന്നതാണ് എഴുതിയിട്ടുള്ളത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് പലിശ അല്ല കിട്ടുന്നത്, ലാഭവിഹിതമാണ് കിട്ടുന്നത്. അത് ഓഹരിയിൽ നിക്ഷേപിക്കുന്നു, അതിന് ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ മൂല്യവർദ്ധനവ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഡിവിഡന്റായിട്ട് വരുന്നു, ഡിവിഡന്റ് വീണ്ടും യൂണിറ്റായിട്ട് ആഡ് ചെയ്യുന്നു. ഇങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ഒരിക്കലും പലിശ അല്ല. പലിശ നമുക്ക് ലഭിക്കുക 2 സ്ഥലങ്ങളിൽ നിന്നാണ്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, അതാ കിട്ടുന്നത് പലിശയാണ്. അതുപോലെ കടപത്രങ്ങളിൽ ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്നത് പലിശയാണ്. ഇതിന് രണ്ടിനും എത്ര കിട്ടുമെന്ന് മുൻകൂട്ടി പറയുകയാണ്. കൃത്യമായിട്ട് മുൻകൂട്ടി പറയും. ഇത്ര സംഖ്യ കിട്ടുന്നുള്ളതും അവർ പറഞ്ഞ് എഴുതി തരും. നിങ്ങൾക്ക് ഇത്ര വർഷം കഴിഞ്ഞാൽ ഇത്ര കിട്ടുന്നത്. ഇവിടെ ഈ പറഞ്ഞതും നിങ്ങൾ വായിച്ച റിപ്പോർട്ടും കേട്ട റിപ്പോർട്ടും വാട്ട് എവർ ഇറ്റ് മേ ബി, അതിലൊരിക്കലും അവർക്ക് ഇനി 22 വർഷം ചെയ്താൽ ഇത്ര ഉറുപ്പിക കിട്ടുമെന്ന് എഴുതി തരാൻ സാധിക്കില്ല. കഴിഞ്ഞ 22 വർഷം ചെയ്തപ്പോൾ ഏകദേശം ഈ റിട്ടേൺ വെച്ച് ഇത്ര കിട്ടിയെന്നുള്ള അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞാനീ പറയുന്ന കാര്യം നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്ന കാര്യം തന്നെയാണ്. ഇതൊന്നും വേറെ രഹസ്യമായ സത്യങ്ങളല്ല, പരസ്യമായ സത്യങ്ങളാണ്. പക്ഷേ ഇതിനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവുക. ഒരു പുതുവർഷത്തിന്റെ മുമ്പിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇത് 15 വർഷമായി ഞങ്ങൾ ഈ പരിപാടി ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യമായിട്ടുള്ള ഫലം ഉണ്ടാവണം. ഈ ഓരോ ശ്രോതാവിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം. ഇപ്പൊ ഈ പറഞ്ഞതിൽ തന്നെ മനസ്സിലാക്കി ആർക്കാണ് ഇത് ചെയ്യാൻ സാധിക്കാത്തത്? നമ്മൾ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് സാധിക്കില്ലേ? ഇതിൽ കൂടുതൽ സാധിക്കില്ലേ? അപ്പോൾ എത്രമാത്രം അനുഗ്രഹം നമ്മൾക്ക് കിട്ടും ഇതുകൊണ്ട്? തിരിച്ചുപോയി കഴിഞ്ഞാൽ എത്ര സുഖമായി അതുകൊണ്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ളൊരു ചിന്ത നേരത്തെ വിളിച്ച് സിഗരറ്റ് വലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതുപോലെ ഇതും ഒരു മാറ്റം ആയിട്ട് കാണാം. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു വലിയ തുകയൊന്നും നിക്ഷേപിക്കേണ്ട ആവശ്യമില്ല. വളരെ തുച്ഛമായിട്ടുള്ള ഗഡുക്കളായിട്ട് നിക്ഷേപിക്കാവുന്ന, അല്ലെ? എല്ലാ മാസവും നമ്മുടെ അക്കൌണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലായി ഓട്ടോ ഡെബിറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് ചെയ്ത ഓരോ വ്യക്തിയോടും ഇപ്പൊ ഒന്ന് ജോസ് കുറെ കാലങ്ങളായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇതുപോലെ എല്ലാവരോടും ചോദിച്ചാലും നമുക്ക് ഉത്തരം കിട്ടുക ഇത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ പൈസ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമായിരുന്നില്ല എന്നാണ്. മറ്റൊരു അനുഭവം എനിക്കുള്ളത്, ചെറിയ സംഖ്യകളായിട്ട് 5000 റുപ്യൊക്കെ വെച്ച് തുടങ്ങിയ ആളുകൾ 1 വർഷം കഴിയുമ്പോഴേക്ക് വന്ന് പറയുന്നത് എന്താ, എനിക്ക് കുറെ കൂടെ ചെയ്യാൻ സാധിക്കും, ഒന്നുകൂടെ ചെയ്തുകൂടെ, ഒന്നുകൂടെ ചെയ്യാൻ സഹായിക്കുമോ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. കാരണം ഇത് ചെയ്തു തുടങ്ങിയാലാണ് നമുക്ക് ഇത് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെടുക. കാരണം നമ്മളറിയാതെ ധാരാളം ചെലവുകൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ ക്ലാസ് എടുക്കുമ്പോൾ 2 പേര് മാത്രമാണ് അനാവശ്യമായ ചെലവുകൾ ചെയ്യാറുണ്ട്. 3 പേരാണ് പറഞ്ഞത്. മറ്റുള്ളവരെല്ലാം ചെയ്യാറില്ല എന്ന് പറഞ്ഞു.
പിന്നീട് അത് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ മിക്കവാറും എല്ലാവരും അനാവശ്യമായ ചെലവുകളും ചെയ്യാറുള്ളവരാണെന്ന് മനസ്സിലായി. കാരണം നമ്മളെ ചെലവുകൾ എഴുതി വെക്കുകയും ആ ചെലവുകൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഏതെല്ലാം വിധത്തിൽപ്പെട്ട ചെലവുകളാണ് നമ്മൾ ചെയ്തതെന്ന് ഒന്ന് പരിശോധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അനാവശ്യമായ കുറെ ചെലവുകൾ ചെയ്യുന്നുണ്ട്, നിർബന്ധമല്ലാത്ത കുറെ ചെലവുകൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യമായ ചെലവുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ചെലവുകൾ തരംതിരിച്ചാൽ തന്നെ തരംതിരിച്ച് നോക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കെട്ടിപ്പടുക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും. അങ്ങനെ അത് ഉപേക്ഷിക്കുകയും നിർബന്ധപൂർവം അടുത്ത മാസം മുതൽ ജനുവരി 1 മുതൽ നമ്മൾ തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ വരുമാനത്തിൽ നിന്ന് 20% നിർബന്ധമായിട്ടും ഞങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു തീരുമാനം എടുക്കുക. ഇപ്പോൾ സിഗരറ്റ് വലി ഉപേക്ഷിച്ചതുപോലെ, അതുപോലെ മദ്യപാനം ഉപേക്ഷിച്ചതുപോലെ ഇത് ഇങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം കേൾക്കുന്ന മില്യൺ കണക്കിന് പ്രവാസികൾക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും. പ്രിയ ശ്രോതാക്കൾ, ഇന്നത്തെ ജീവിത രേഖയുടെ സമയം ഇവിടെ തീരാറായി. നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ആലപ്പുഴ സ്വദേശി സെബാസ്റ്റ്യൻ ജോസഫിന്റെ 3 വയസ്സ് മാത്രം പ്രായമുള്ള മകൾ ഗുരുതരമായ അർബുദ രോഗത്തിന് ദുബായ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണിപ്പോൾ. അടിയന്തരമായി ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. വൻ തുകയാണ് ഇതിന് വേണ്ടി വരുന്നത്. പക്ഷേ സെബാസ്റ്റ്യൻ ജോസഫിന് അത് താങ്ങാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് അദ്ദേഹം മറ്റുള്ളവരുടെ സഹായം തേടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും സെബാസ്റ്റ്യൻ ജോസഫിനെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും. സഹായിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കുക. അത് എത്ര ചെറിയ തുകയായാലും എത്ര വലിയ തുകയായാലും നിങ്ങൾക്ക് സഹായിക്കാം. 05574929952 അതാണ് സെബാസ്റ്റ്യൻ ജോസഫിന്റെ നമ്പർ. 05574929952. അപ്പോൾ ഇന്നത്തെ ജീവിതരേഖയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്ര നേരം സംസാരിച്ച ശ്രീ കെ വി ഷംസുദ്ദീനാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം 050646780 എന്ന നമ്പറിൽ, അല്ലെങ്കിൽ 050145558 എന്ന നമ്പറിലും ബന്ധപ്പെടാം. kvshams@gmail.com എന്ന മെയിൽ വിലാസത്തിലും അദ്ദേഹത്തെ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.